ജയചന്ദ്രൻ ധീരജ് എന്ന് പറയുന്ന 10-23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുത്തിക്കൊലപ്പെടുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് ആ ആയുധം കണ്ടുപിടിക്കാനോ പ്രോപ്പർ ടൈമിൽ അതിന്റെ കുറ്റപത്രം സമർപ്പിക്കാനോ കഴിയാതെ പ്രതികൾ പുറത്തിറങ്ങി വിലസുന്നത് നോക്കി കണ്ടുകൊണ്ട് നിന്നു അധികാരത്തിലുണ്ടായിരുന്ന കാലം മുഴുവനും. എന്നിട്ട് എന്തുകൊണ്ട് പോലീസിന് നിങ്ങൾ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? ഞങ്ങൾക്കതിൽ രാഷ്ട്രീയമായ വിയോജിപ്പുണ്ട് എന്ന് കൃത്യമായി കോൺഗ്രസിന് പറയാൻ കഴിയുന്നത് അത് തെളിയിക്കാൻ കഴിയാത്ത മറ്റെന്തോ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് അവകാശപ്പെടാനും കഴിയുന്നു. അതും ഇതിനകത്തൊരു പിന്നെ വിയോജിപ്പ് അല്ലെങ്കിൽ ഒരു തർക്കം എനിക്ക് പറയാനുള്ളത്, ഈ ഭരണത്തിലുള്ള അധികാരം വെച്ചാണോ കൊലപാതക കേസുകൾ തെളിയിക്കുന്നത്? അങ്ങനെ ഒരു പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഒക്കെ വെച്ചിട്ടാണെന്നല്ലേ നമ്മൾ സാധാരണ പറയാറുള്ളത്. അതല്ലാതെ ഭരണാധികാരം വെച്ചിട്ടാണോ പോലീസ് ഇതൊക്കെ തെളിയിക്കുകയും തെളിയിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ഈ വളരെ വളരെ പ്രകടമായിട്ട് ഉണ്ടായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടേ. ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇരന്നു വാങ്ങിയ മരണം എന്ന അന്നത്തെ KPCC പ്രസിഡന്റ് നടത്തിയ സ്റ്റേറ്റ്മെന്റ്. കെ സുധാകരൻ MP അദ്ദേഹമാണ് ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അദ്ദേഹം KPCC പ്രസിഡന്റാണല്ലോ. അപ്പോൾ വളരെ വളരെ വ്യക്തമല്ലേ, എവിഡന്റ് ആയിട്ട് അങ്ങ് പറയുകയാണ് ഇരന്നു വാങ്ങിയ മരണമാണെന്ന്. എന്താണ് അദ്ദേഹത്തെ അങ്ങനെ പറയിപ്പിക്കുന്നത്? അദ്ദേഹത്തെ അങ്ങനെ പറയിപ്പിക്കുമ്പോൾ വ്യക്തമായ ഒരു പദ്ധതി ആ ഖദറിന്റെ പിന്നിൽ പിന്നെ ആരാണ് കാണാതിരിക്കുന്നത്? അല്ലേ, ഖദർധാരിയായ കോൺഗ്രസ്സുകാരനല്ലേ അന്നും ഇന്നും എക്കാലവും പിന്നെ സുധാകരൻ ആദ്യത്തെ ആ തുടക്കത്തിലെ ജനതാബന്ധം ഒഴിച്ചു നിർത്തിയാൽ അല്ലേ? അപ്പോൾ അതൊക്കെ ഞാനതിലേക്കൊന്നും കൂടുതൽ പോകാതിരിക്കുന്നത് പിന്നെ എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു ഈ ചർച്ചയിലൊക്കെ പ്രത്യേകിച്ചും ഒരു മിതത്വം പാലിച്ചാണല്ലോ ജനാധിപത്യപരമായ നിലപാടിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയുക. അതുകൊണ്ടാണ് അത് ഞാൻ കൃത്യമായി റിജിനോട് ചോദിക്കുകയും ചെയ്തു. ഞാൻ അത്തരത്തിലുള്ള മിതത്വം ഈ ചർച്ചയിൽ പാലിച്ചിട്ടില്ല ഏകപക്ഷീയമായി എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ എന്താണ് എവിഡൻസ് ആക്ട് വെച്ചിട്ടല്ലേ അതിലെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴാണ് എന്നുള്ളത് വെച്ചിട്ടല്ലല്ലോ എന്ന് അങ്ങ് ചോദിക്കുമ്പോൾ, ഓരോ ലോക്കപ്പ് മരണം ഉണ്ടാകുമ്പോഴും എന്തിന് ഈ രക്ഷാപ്രവർത്തനം ഉണ്ടാകുമ്പോൾ പോലും പൊൻതൂവലുകൾ എണ്ണി പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഭരണത്തിന് കീഴിലാണ് കേരള പോലീസ് നമ്പർ 1 ആയത് എന്ന് അഭിമാനം പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഈ പറയുന്ന കേസുകൾ തെളിയിക്കാൻ ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ കഴിയണമല്ലോ. അല്ല, ഞാനൊരു ഉദാഹരണം പറയാം, മറ്റൊരു ഉദാഹരണം പറയാം. മാധവ്, 2018 പിന്നെ മാർച്ച് 29 തീയതി. സാധാരണ ഞാൻ അറിയുമല്ലോ, പല ചാനലുകളും ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അന്ന് എന്നെ ഒരു ചാനല് രാത്രി 8 മണിയൊക്കെയാണ് അവരുടെ ചർച്ച. അതിന് എന്നെ വിളിച്ചപ്പോൾ വിഷയം പറഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴാണ് വിളിക്കുന്നത്. അന്ന് ഉമ്മൻചാണ്ടിയെ AICC സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു, ആന്ധ്രയുടെ ചുമതലയുള്ള. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് വിളിക്കുന്നത്. ഓക്കെ പറഞ്ഞു. ഞാൻ അത്യാവശ്യം കോൺഗ്രസ് സുഹൃത്തുക്കളോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഡൽഹിയിലുള്ള സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവരും അപ്ഡേഷൻസ് തന്നു. ഞാനെല്ലാം റെഡിയായി തയ്യാറായിരുന്നു. അപ്പോൾ 6 മണിയായപ്പോൾ ഈ ചാനലിൻ്റെ PCR നിന്ന് വീണ്ടും വിളിക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അത് ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ആണ് ഇപ്പം ഞങ്ങൾ വിളിക്കുന്നത്, പങ്കെടുക്കാൻ പറ്റുമോ? വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു മരണം ഉണ്ടായിട്ടുണ്ട് കോട്ടയത്ത്. കെവിൻ എന്ന് പറഞ്ഞൊരാൾ ദുരഭിമാന കൊലയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്, സംശയിക്കുന്നത്. അതുകൊണ്ട് ആ ചർച്ചയിൽ വരണം. ഞാൻ പറഞ്ഞു ഇപ്പം ഇങ്ങനെ പറഞ്ഞത് എങ്ങനെയാണ്? അല്ല, അത് വരണം നിർബന്ധം. ഞാൻ അപ്പോൾ 8 മണിക്കാണ് പങ്കെടുക്കേണ്ടത്, 6 മണിക്കാണ് എന്നെ വിളിച്ച് പറയുന്നത്. ശരി, ഞാൻ പരമാവധി ശ്രമിച്ചോളാം, വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ആ ദിവസത്തിന് പ്രത്യേക പ്രാധാന്യമുള്ളത്, പിറ്റേ ദിവസം ചെങ്ങന്നൂർ ബൈ ഇലക്ഷനാണ്. കെ കെ രാമചന്ദ്രൻ മരിച്ചതിന് ശേഷം സജി ചെറിയാൻ ആദ്യമായിട്ട് ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് തൊട്ട് പിറ്റേന്ന്. അപ്പോൾ തലേ ദിവസമാണ് ഈ പ്രശ്നം. അപ്പോൾ ഞാൻ അവിടെ ഏറ്റുമാനൂരെ വിളിച്ചു. അറിയാവുന്ന കക്ഷികളെയൊക്കെ വിളിച്ചപ്പോൾ ഏറ്റുമാനൂര് ഒരു ഏരിയ സെക്രട്ടറി ഉണ്ട് CPM-ന്റെ. അദ്ദേഹമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയായി. അദ്ദേഹത്തിന് ചില വിവരങ്ങൾ കിട്ടി. ഞാൻ ചർച്ചയിൽ പങ്കെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ കെവിൻ്റെ മരണത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമായിട്ട് വന്ന് ഭവിച്ചത്, പോലീസ് സ്റ്റേഷനിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും കയറി ഒരു കാര്യം പറയാൻ അവകാശമില്ലാത്ത വിധം പോലീസിന് ഒരു സ്വേച്ഛാപരമായ അധികാരം അവിടെ ലഭിച്ചിരിക്കുന്നു. ഏറ്റുമാനൂര് ഏരിയ സെക്രട്ടറി, CPM-ന്റെ ഏരിയ സെക്രട്ടറിക്ക് ഇക്കാര്യം പറഞ്ഞ് കെവിൻ്റെ ആൾക്കാർക്ക് വേണ്ടി സ്റ്റേഷനിൽ കയറാൻ ചെന്നപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല, കാര്യങ്ങൾ ക്രമസമാധാനം പാലിക്കേണ്ടത് ഞങ്ങളുടെ പണിയാണ്, ഞങ്ങളത് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന സ്ഥിതി ഉണ്ടായി.
അപ്പം ഞാൻ ആ ചർച്ചയിൽ തന്നെ പറഞ്ഞു ഇത് ശരിയല്ല, ഇത് രാഷ്ട്രീയ പ്രവർത്തകർ സാധാരണക്കാർ കാര്യങ്ങൾക്കായിട്ടാണ് സ്റ്റേഷനിൽ ചെല്ലുന്നത്, അത് നിങ്ങൾ വരേണ്ട കാര്യമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പോലീസിന് ധിക്കാരം കാണിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ ആ ഒരു പ്രശ്നം വലിയ ഇഷ്യൂ ആയിട്ട് പിന്നീട് ഉയർന്നു വരുന്നുണ്ട്. എൻ്റെ ചർച്ച കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഒരു നിർദ്ദേശം നൽകുകയാണ്, പോലീസ് സ്റ്റേഷനിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് പ്രവർത്തകനും കടന്നു വന്ന് പിന്നെ ആവലാതി പറയാൻ, അയാളുടെ കൂടെ ആരെങ്കിലും ഒക്കെ വരുമല്ലോ, നാട്ടുകാർ വരും, അപ്പോൾ അവരുടെ കാര്യങ്ങൾ ആവലാതി പറയാൻ ഏത് രാഷ്ട്രീയ പ്രവർത്തകനും അവകാശമുണ്ട്, ഒരു പോലീസ് സ്റ്റേഷനിലും അത് നിരസിക്കാൻ പാടില്ല, പറ്റില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി പറയുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ 2018 ഓർക്കണം, 2016 വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വിമർശനം അതായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ CPM-കാർക്ക് അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്കും കയറി ഒരു ശുപാർശയ്ക്ക്, ന്യായമായ ശുപാർശയ്ക്ക് പോലും ചെല്ലാൻ കഴിയുന്നില്ല. അപ്പം ഗവൺമെന്റ് തീരുമാനിച്ചത് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ആരും അനധികൃതമായി ഇടപെടേണ്ട കാര്യമില്ല, അതൊക്കെ പോലീസിന്റെ പണി പോലീസ് ചെയ്തോളും. അപ്പോഴാണ് ഇതുപോലുള്ള കെവിൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വന്നതെന്ന് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഇത് പറഞ്ഞത്. അത് പിന്നെ അതിൻ്റെ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്, മധു ഉണ്ട്. നമ്മൾ ഇതിനോടൊന്നും പൂർണ്ണമായി യോജിച്ചുകൊണ്ടല്ലോ സമരം ചെയ്യേണ്ട സമയത്ത് വിയോജിച്ചും സമരം ചെയ്തും ഒക്കെ തന്നെയാണ് നമ്മളെല്ലാവരും മുമ്പോട്ട് വന്നിട്ടുള്ളത്. ശരി, കെവിൻ കേസിൽ തന്നെ അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി ചെന്നപ്പോൾ പ്രോപ്പറായി അന്വേഷിക്കാൻ കഴിയുന്ന സാഹചര്യം പോലീസിനില്ല, ഉണ്ടായിരുന്നില്ല എന്നതടക്കം ചില VIP സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസിന് പരിമിതി ഉണ്ടായിരുന്നതടക്കം ചില ആക്ഷേപങ്ങൾ പിന്നീട് ഉയർന്നു വരികയും ചെയ്തു. അതങ്ങനെയല്ല എന്ന് മറിച്ചും ആരോപണം ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായത്. അവിടെ നിൽക്കട്ടെ, അതും ഈ പറയുന്നത് പോലെ കേരളത്തെ വലിയ തോതിൽ പിടിച്ചു കുലുക്കിയ ഒരു മരണവും ഒരു വിയോഗവും വേദനയും ഒക്കെ ആയിരുന്നു എന്നത് മറ്റൊന്ന്. പക്ഷേ അതുപോലെയല്ല ഇത് എന്നത് പ്രധാനമാണ്. അന്വേഷണം നടക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് ഉറച്ച ബോധ്യത്തിന്മേലാണ് എങ്കിൽ സ്വാഭാവികമായും അതിൽ അന്വേഷണം നടത്തുക, തെളിവുകൾ കണ്ടെത്താൻ കഴിയുക എന്നത് പ്രധാനമാണ്. പോലീസിന്റെ ആത്മവീര്യത്തെക്കുറിച്ചും പോലീസിന്റെ പൊൻതൂവലുകളെ കുറിച്ചും ദീർഘ പ്രഭാഷണങ്ങൾ നടത്തിയത് കൊണ്ട് ചോദിച്ചാണ്. ഒരു കാര്യം ഒരു മിനിറ്റ് കൊണ്ട് സൂചിപ്പിക്കട്ടെ. ഈ വിഷയത്തിൽ തന്നെ, ഈ ആലപ്പുഴ വിഷയത്തിൽ ഒറ്റ കാര്യം കൂടെ ഒന്ന് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഈ പിന്നെ പ്രശ്നമുണ്ടായി ചൈത്ര തെരേസ ജോണിൻ്റെ റിപ്പോർട്ടും ചെന്നല്ലോ ആഭ്യന്തരമന്ത്രിക്ക്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൽപ്പെട്ട ഇപ്പം കുറ്റക്കാരെന്ന് പരാമർശിച്ചിട്ടുള്ള ആൾക്കാരിൽപ്പെട്ട ചിലർ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്കൊരു പണിഷ്മെന്റ് നൽകേണ്ടതുണ്ട് എന്ന് അവരുടെ നേതാക്കൾ വഴി അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അതും അവിടെ പരിഗണിക്കപ്പെട്ടിട്ടില്ല ആ സമയത്ത്. അതോടെ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അപ്പോൾ എവിടെയൊക്കെയാണ് ലാഗിങ് എന്നുള്ളതിന്റെ മറ്റൊരു വശം കൂടെ ഞാൻ അറിഞ്ഞത് പറഞ്ഞു എന്ന് മാത്രം. ശരി, അല്ല, നമ്മൾ പോലീസുകാരെ ഈ പറയുന്നത് പോലെ ഒരു മെഷീനറി എന്ന നിലയ്ക്ക് മാത്രമാണ് കാണുന്നത്. പോലീസ് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കൃത്യമായ പോലീസ് നയം നടപ്പിലാക്കാൻ ഭരണപക്ഷത്തുള്ളവർക്ക് ഇച്ഛാശക്തി ഇല്ല എന്നത് തന്നെയാണ് അതിന്റെ വിധിയെഴുത്ത്. അതിൽ പോലീസ് തെറ്റു ചെയ്യുകയും പിന്നീട് ശിക്ഷ വിധിച്ചോളൂ എന്ന് കുമ്പസാരിക്കുകയും ചെയ്യുമ്പോഴല്ല നിയമവും സംവിധാനവും പ്രവർത്തിക്കേണ്ടത് എന്നുകൂടി ഞാൻ വിചാരിക്കുന്നു. Debate with Madhu Saji.